നമുക്കിന്നൊരു ടേസ്റ്റിയായ കോവയ്ക്കാത്തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ കോവയ്ക്കാത്തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ വലുതായിട്ട് അരിയാതെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതും കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ഈ കോവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കണം. ചിലർ ഈ കോവയ്ക്കാത്തോരൻ തയ്യാറാക്കുമ്പോൾ തേങ്ങ വെറുതെ ചിരകിയിട്ടിടും, കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിടും, അത്രേ എടുക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ഞാനിവിടെ തോരനായിട്ട് തന്നെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് കോവയ്ക്കാത്തോരന് നല്ല ടേസ്റ്റ് ഉള്ളത്. ഞാനിവിടെ 1/2 കിലോയോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ, ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ തോരനുള്ള അരപ്പൂടി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്കാത്തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കാനായി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടുകാണ്. അതൊരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് കോവയ്ക്കയാണ് കേട്ടോ, നമ്മുടെ പറമ്പിലെ തന്നെ കോവയ്ക്കയാണത്. അത് നല്ല അധികം മൂക്കാത്ത കോവയ്ക്കയാണ് കേട്ടോ, അതുകൊണ്ടാണ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോവയ്ക്ക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും തളിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, ഈ ആവിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെറും 5 മിനിറ്റേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. കോവയ്ക്ക ആരും വെറുതെ കളയരുത്. കോവയ്ക്ക നമുക്ക് പല രൂപത്തിൽ പല വെറൈറ്റി ഐറ്റംസുകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേക സാഹചര്യത്തിൽ അത് ഡിലീറ്റ് പോയതാണ്. അപ്പോൾ ഞാൻ കോവയ്ക്കയുടെ പലതരത്തിലുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഇടുന്നതാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം അറിയാനുള്ളത്, കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. മൂക്കുന്നതിന് മുമ്പേ പിഞ്ചോട് കൂടി നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് ഷുഗറുകാർക്കൊക്കെ വളരെയധികം നല്ലതാണെന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ പ്രഷറുകാർക്ക്, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ കോവയ്ക്ക കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഇതുപോലുള്ള കോവലിൻ്റെ തണ്ടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ കോവയ്ക്കാത്തോരനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഏത് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.